ഞാൻ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ബോച്ചയെ വിമർശിച്ച് ഞാൻ പറയല്ല. ബോച്ചെ സ്ത്രീകളെ മാത്രമല്ല, ഒരു കടയിൽ ചെന്നിട്ട് പഴംപൊരിയെ വരെ വെച്ച് ഡബിൾ മീനിങ് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡബിൾ മീനിങ് പറയുന്നതാണോ ഇത്ര വലിയ കാര്യം? കറക്റ്റ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഡബിൾ മീനിങ് പറയുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? അതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനെ വസ്ത്രം ധരിച്ച് ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ രാഹുൽ ഈശ്വർ ഒരു ഇനാഗ്രേഷൻ വരുന്നുണ്ടെന്ന് വേറൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അടി അറിഞ്ഞെന്ന് വെച്ചോ, അയ്യോ രാഹുൽ ഈശ്വർ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അയ്യോ സാരി ഉടുക്കുന്നതല്ലേ, എനിക്ക് സാരിയാണ് ഇഷ്ടം, സാരിയാണ് നമ്മുടെ ഭാരത സംസ്കാരവും എല്ലാം. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഹണി റോസ് ചുരിദാർ ധരിച്ചു വരുന്നതല്ല വിമർശനം. ഹണി റോസ് സാരിയോ ഗൗണോ പ്രത്യേക രീതികളിൽ ധരിക്കുന്നതല്ലേ വിമർശനമാകുന്നത്. ഹണി റോസിന്റെ സാരി അല്ലല്ലോ പ്രശ്നം. അപ്പൊ ഹണി റോസിന്റെ എവിടെയാണ് നമ്മൾ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. നട്ടുച്ചയ്ക്ക് രാവിലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഫാത്തിമ ആ സൂര്യനെ നോക്കി മാത്രം പറയണം. ഇനി രണ്ട്, ഞാൻ പറയുന്നത് ഒരു നിമിഷത്തേക്ക് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ചാനലിന്റെ കമന്റ് അടക്കം എല്ലാ മാധ്യമങ്ങളുടെയും കമന്റിലടക്കം നിങ്ങൾ നോക്കിയാൽ 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെയാണ് പിന്തുണയ്ക്കുന്നത്, ഹണി റോസിനെ അല്ല.